TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി 4ാമത്തെ യൂണിറ്റായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ 1ാമത്തെ ഭാഗം വീഡിയോയാണ്. ഈ യൂണിറ്റിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ structure of DNA, replication of DNA, transcription, that is the process of making RNA from DNA, genetic code, translation, that is the process of protein synthesis, regulation of gene expression, human genome project, DNA fingerprinting തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുവാൻ ഉള്ളത്. അതിലാദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം, 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ലിവിങ് സിസ്റ്റത്തിലുണ്ട്. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണത്. ഏതൊക്കെയാണെന്നറിയാം. ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA, റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ RNA. ഇത് രണ്ടുമാണ് ജീവികളിൽ പ്രധാനമായിട്ടും കാണുന്ന 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ്, DNA ആൻഡ് RNA. DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്. മിക്കവാറും എല്ലാ ഓർഗാനിസത്തിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. എന്നാൽ RNA ചില വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയലാണ്. RNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ സം വൈറസസ്. DNA കുറിച്ച് പറയുമ്പോൾ DNA is a long polymer of deoxyribonucleotides. ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സിൻ്റെ വളരെ ദൈർഘ്യമേറിയ നീളമുള്ള ഒരു പോളിമറാണ് DNA. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറേ ന്യൂക്ലിയോടൈഡ്സുകൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഒരു ന്യൂക്ലിയോടൈഡാണ്, ഇത് അടുത്ത ന്യൂക്ലിയോടൈഡാണ്, അടുത്ത ന്യൂക്ലിയോടൈഡാണ്, അടുത്ത ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ന്യൂക്ലിയോടൈഡ്സുകൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് DNA മോളിക്യൂളിൽ ഉള്ളത്. DNA മോളിക്യൂളിൻ്റെ ലെങ്തിനെ കുറിച്ച് പറയുമ്പോൾ the length of DNA is usually defined as number of nucleotides present in it. DNAയിൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നത് വെച്ചിട്ടാണ് DNAയുടെ ലെന്ത് നമ്മൾ പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡാണ്, ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 2 സൈഡിലും ഇതുപോലെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഈ ന്യൂക്ലിയോടൈഡ്സിൽ നൈട്രജൻ ബേസുകളെ, ഇതൊരു നൈട്രജൻ ബേസാണ് ഈ കാണുന്നത്, അഡിനൈൻ എന്നു പേരുള്ള നൈട്രജൻ ബേസാണ്. ഇത് തൈമിൻ എന്നുള്ള പേരുള്ള നൈട്രജൻ ബേസാണ്. ഇതിന് നമ്മളൊരു ബേസ് പെയർ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ദ ലെങ്ത് ഓഫ് DNA ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ് or a pair of nucleotide referred to as base pairs. അപ്പോൾ DNAയുടെ ലെങ്ത് പറയുമ്പോൾ പറയാറുള്ളത് എത്ര ബേസ് പെയേഴ്സ് ആ DNAയിലുണ്ട്, അതാണ് ആ DNAയുടെ ലെങ്ത്. ഒരു സെല്ല് എടുത്തിട്ട് ആ സെല്ലിലെ ക്രോമസോംസിൽ എല്ലാത്തിലും കൂടെ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ആ DNAയുടെ ലെന്തിനെ നിശ്ചയിക്കുന്ന ഫാക്ടർ. അപ്പോൾ അങ്ങനെ ഓരോ ഓർഗാനിസത്തിലും ന്യൂക്ലിയോടൈഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് ബാക്ടീരിയോഫേജ് 5174 എന്ന് പറയുന്ന വൈറസ്, അതിൻ്റെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഹാസ് 5386 ന്യൂക്ലിയോടൈഡ്സ്. ഈ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ നമ്പർ. ബാക്ടീരിയോഫേജ് 5174 5386 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകും.
ഇനി അടുത്ത മറ്റൊരു ഓർഗാനിസമാണ് ബാക്ടീരിയോഫേജ് ലാംഡ എന്ന് പറയുന്ന വൈറസ്. ഫേജ് ലാംഡ എന്ന് പറയുന്ന വൈറസ്. ആ വൈറസിന്റെ ബേസ് പെയറിന്റെ എണ്ണം 48,502 ബേസ് പെയേഴ്സ് ആണ്. ഈ ഫേജ് ലാംഡ വൈറസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ നമ്പർ. ഇത്രയും ബേസ് പെയേഴ്സ് ആണ് ഫേജ് ലാംഡ വൈറസിനുള്ളത്. ഇനി ഈക്കോളി ബാക്ടീരിയ, ദാറ്റ് ഈസ് എസ്ചെറീഷ്യ കോളി, ഈക്കോളി ബാക്ടീരിയയെ സംബന്ധിച്ച് അതിന്റെ ബേസ് പെയേഴ്സിന്റെ എണ്ണം 4.6 into 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. ഈക്കോളി ബാക്ടീരിയയുടെ ബേസ് പെയേഴ്സ് 4.6 into 10⁻⁶ ആണ്. ഇനി ഹ്യൂമൻ ഹാപ്ലോയിഡ് DNA, നമ്മുടെ ഹാപ്ലോയിഡ് DNA, ദാറ്റ് മീൻസ് 23 ക്രോമസോംസിലുള്ള DNA-യുടെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ that is equal to 3.3 into 10⁻⁹ ബേസ് പെയേഴ്സ്. അപ്പോൾ ഹ്യൂമൻ DNA-യുടെ ഈ ഫിഗർ ഓർക്കുക. 3.3 into 10⁻⁹ ബേസ് പെയേഴ്സ് ആണ് ഹ്യൂമൻ ബീയിങ്സിലെ ബേസ് പെയേഴ്സിന്റെ എണ്ണം. ഹാപ്ലോയിഡ് DNA-യുടേതാണെന്ന് ഓർക്കുക. 23 ക്രോമസോമുകളിലും കൂടെ ഇത്രയും ബേസ് പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു ന്യൂക്ലിയോടൈഡിനെ സംബന്ധിച്ച് അതിന് 3 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ കമ്പോണൻസ്? ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ടാകും, ഒരു ഷുഗർ ഉണ്ടാകും, പെൻറ്റോസ് ഷുഗറാണ്, ദാറ്റ് മീൻസ് 5 കാർബൺ ആറ്റം ഉള്ള ഷുഗറാണ്, ദെൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് മൂന്നുമാണ് ഒരു ന്യൂക്ലിയോടൈഡിന്റെ പ്രധാനമായിട്ടുമുള്ള 3 കമ്പോണൻസ്. നൈട്രോജീനസ് ബേസ്, പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് മൂന്നുമാണ് ഇവിടെ കാണാം, ചിത്രത്തിൽ കാണാം. ഇതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഇതൊരു പെൻറ്റോസ് ഷുഗറാണ്, ഇതൊരു നൈട്രോജീനസ് ബേസ് ആണ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ് ആകുന്നത്. പെൻറ്റോസ് ഷുഗർ എന്ന് പറയുമ്പോൾ ഈ ഷുഗറിന് 5 കാർബൺ ആറ്റമുള്ള ഷുഗറാണ്. നൈട്രോജീനസ് ബേസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഡിനൈൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നതാണ് നൈട്രോജീനസ് ബേസുകൾ. പെൻറ്റോസ് ഷുഗറിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് ഷുഗേഴ്സ് ഉണ്ട്. റൈബോസ് ഷുഗറുമുണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗറുമുണ്ട്. റൈബോസ് ഷുഗർ RNA-യിൽ കാണുന്ന ഷുഗറാണ്. RNA എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ഷുഗറാണ് റൈബോസ്. ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന ഷുഗറാണ് റൈബോസ്. എന്നാൽ DNA-യിൽ കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അപ്പോൾ ആ പേര് വരാൻ തന്നെ കാരണം ഒരു ഓക്സിജൻ അവിടെ ആ റൈബോസ് ഷുഗറിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ കുറവായിരിക്കും. ഒരു ഓക്സിജന്റെ അഭാവമാണ് ആക്ച്വലി വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഇനി നൈട്രോജീനസ് ബേസസിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് കാറ്റഗറി ഓഫ് നൈട്രോജീനസ് ബേസസ് ഉണ്ട്. അപ്പോൾ ആ കെമിക്കൽ കോമ്പൗണ്ട്സിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്യൂറൈൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ കാറ്റഗറിയും പിരമിഡൈൻസ് എന്ന് പറയുന്ന മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ കാറ്റഗറീസ്. പ്യൂറൈൻ കാറ്റഗറീസിൽ 2 ബേസസ് ഉണ്ട്, അഡിനൈനും ഗുവാനൈനും. പിരമിഡൈൻ കാറ്റഗറിയിൽ 3 ബേസസ് ഉണ്ട്, സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൻ. നൈട്രോജീനസ് ബേസസിനെ 2 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്യൂറൈൻസ് ആൻഡ് പിരമിഡൈൻസ്. പ്യൂറൈൻ ബേസസ് അഡിനൈൻ ആൻഡ് ഗുവാനൈൻ, പിരമിഡൈൻ ബേസസ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ എന്നിവയാണ് പിരമിഡൈൻ ബേസസ്. സൈറ്റോസിൻ ബേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് DNA-യിലുമുണ്ട് RNA-യിലുമുണ്ട്, കോമൺ ഫോർ DNA ആൻഡ് RNA. തൈമിനാണെങ്കിൽ DNA-യിൽ മാത്രമേ കാണുകയുള്ളൂ, യുറാസിലാണെങ്കിൽ പ്രസന്റ് ഇൻ RNA. ആ ഒരു വ്യത്യാസം ഓർക്കുക. പ്യൂറൈൻ ബേസസ് അഡിനൈനും ഗുവാനൈനും DNA-യിലുമുണ്ട് RNA-യിലുമുണ്ട്. എന്നാൽ പിരമിഡൈൻ ബേസസ് ആയ സൈറ്റോസിൻ, തൈമിൻ ഇത് രണ്ടും DNA-യിലുണ്ട്. എന്നാൽ യുറാസിൽ DNA-യിലില്ല, RNA-യിലേ ഉള്ളൂ.
തൈമിൻ DNA-യിലില്ല, തൈമിൻ RNA-യിലില്ല, DNA-യിലുണ്ട്. അപ്പോൾ വ്യത്യാസം ഓർക്കുക. കോമൺ ബേസസ് സൈറ്റോസിൻ, തൈമിൻ പ്രസന്റ് ഇൻ DNA. സൈറ്റോസിൻ, യുറാസിൽ present in RNA. Thymine is absent in RNA. ഇനി ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് നോക്കാം. A nitrogenous base is linked to the pentose sugar through N-glycosidic linkage to form a nucleoside. ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഒരു നൈട്രോജീനസ് ബേസും അതിനോട് കൂടെ പെൻറ്റോസ് ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്നതാണ് ന്യൂക്ലിയോസൈഡ്. നൈട്രോജീനസ് ബേസായ അഡിനൈന്, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ. അപ്പോൾ ഈ നൈട്രോജീനസ് ബേസിൻ്റെ കൂടെ ഷുഗർ, റൈബോസോ ഡിയോക്സി റൈബോസോ ഷുഗർ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയാണ് ന്യൂക്ലിയോസൈഡ്. നൈട്രോജീനസ് ബേസും പെൻറ്റോസ് ഷുഗറും കൂടെ ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എക്സാമ്പിൾ, അഡിനൈൻ പ്ലസ് റൈബോസ് ഗിവ്സ് അഡിനോസിൻ. അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് അഡിനൈനും റൈബോസ് എന്ന് പറയുന്ന ഷുഗറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോസൈഡാണ് അഡിനോസിൻ. അഡിനൈനും റൈബോസിന് പകരം ഡിയോക്സി റൈബോസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ന്യൂക്ലിയോസൈഡിന്റെ പേര് എങ്ങനെ മാറുന്നു? ഡിയോക്സി അഡിനോസിൻ എന്ന രൂപത്തിലേക്ക് മാറുന്നു. അഡിനൈൻ്റെ കൂടെ റൈബോസ് ആണെങ്കിൽ അഡിനോസിൻ, അഡിനൈൻ്റെ കൂടെ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ എന്നാണ് ന്യൂക്ലിയോസൈഡിന്റെ പേര്. എക്സാമ്പിൾസ് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. അഡിനൈൻ പ്ലസ് റൈബോസ് ഗിവ്സ് അഡിനോസിൻ. ദെൻ അഡിനൈൻ്റെ കൂടെ റൈബോസിന്റെ സ്ഥാനത്ത് ഡിയോക്സി റൈബോസ് ആണ് വരുന്നതെങ്കിൽ ന്യൂക്ലിയോസൈഡിന്റെ പേരെങ്ങനെ മാറുന്നു? ഡിയോക്സി അഡിനോസിൻ. ഇനി ഗുവാനൈൻ ആണെങ്കിൽ റൈബോസിന്റെ കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഗുവാനോസിൻ. ഇനി ഗുവാനൈൻ്റെ കൂടെ ഡിയോക്സി റൈബോസ് ആണ് ചേരുന്നതെങ്കിലോ പേരെങ്ങനെ മാറുന്നു? ഡിയോക്സി ഗുവാനോസിൻ. ഇനി സൈറ്റോസിന്റെ കൂടെ റൈബോസ് ചേരുന്നുവെങ്കിലോ അവിടെ പേരെങ്ങനെ മാറുന്നു? ദാറ്റ് ഈസ് സൈറ്റിഡീൻ. ഓർക്കുക, സൈറ്റോസിൻ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നു? പിരമിഡൈൻസിന്റെ കാറ്റഗറിയിൽ വരുന്നു. അതുകൊണ്ടാണ് പേരിന്റെ കൂടെ സൈറ്റിഡീൻ എന്ന് പറഞ്ഞത്. ദെൻ സൈറ്റോസിന്റെ കൂടെ ഡിയോക്സി റൈബോസ് ആണെങ്കിലോ ഡിയോക്സി സൈറ്റിഡീൻ. ദെൻ യുറാസിലിന്റെ കൂടെ റൈബോസ് ആണ് വരുന്നതെങ്കിലോ യുറിഡീൻ. ഇനി യുറാസിലിന്റെ കൂടെ ഡിയോക്സി റൈബോസ് ആണെങ്കിലോ ഡിയോക്സി യുറിഡീൻ. ഇനി തൈമിന്റെ കൂടെ റൈബോസ് വരുന്നെങ്കിലോ തൈമിഡീൻ. തൈമിന്റെ കൂടെ ഡിയോക്സി റൈബോസ് വരുന്നെങ്കിലോ ഡിയോക്സി തൈമിഡീൻ. ഇപ്പൊ ന്യൂക്ലിയോസൈഡ്സിന്റെ പേര് കൊടുക്കുമ്പോൾ ഓർമ്മിക്കുക, പ്യൂറൈൻ ബേസസ് ആണെങ്കിൽ ഈ രീതിയിൽ വരും. അഡിനോസിൻ, ഗുവാനോസിൻ എന്നുള്ള രീതിയിൽ വരും. ഇനി പിരമിഡൈൻ ബേസസ് ആണെങ്കിൽ സൈറ്റിഡീൻ, യുറിഡീൻ, തൈമിഡീൻ എന്നുള്ള പേരിൽ റൈബോസിന്റെ കൂടെ വരുന്നു. ഇനി ഡിയോക്സി റൈബോസിന്റെ കൂടെ ആണെങ്കിൽ പേരിന്റെ മുമ്പേ ഡിയോക്സിയും കൂടെ ചേരും. ദാറ്റ് ഈസ് ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി ഗുവാനോസിൻ, ദെൻ ഡിയോക്സി സൈറ്റിഡീൻ, ഡിയോക്സി യുറിഡീൻ, ഡിയോക്സി തൈമിഡീൻ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. ഇനി ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടെ ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് പ്ലസ് phosphate give nucleotide. When a phosphate group is linked to 5'OH of a nucleoside through phosphoester linkage, a corresponding nucleotide or deoxynucleotide is formed. A phosphate group 5'OH ഗ്രൂപ്പ് ന്യൂക്ലിയോസൈഡിന്റെ ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ് വഴി ചേരുമ്പോൾ അവിടെ നമുക്ക് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് കിട്ടുന്നു. പടത്തിലേക്ക് നോക്കാം, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്
ഈ കാണിച്ചിരിക്കുന്നത് ഓരോന്നും നൈട്രജൻ ബേസുകളാണ്. ഇത് സൈറ്റോസിൻ, ഇത് ഗ്വാനൈൻ, അഡിനൈൻ, തൈമിൻ. ഇതെല്ലാം ഷുഗറാണ്. ഷുഗർ മോളിക്യൂളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ കാണിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിനെ സംബന്ധിച്ച് 3 കമ്പോണൻസ് ആണ് ന്യൂക്ലിയോടൈഡിനുള്ളത്. ഒരു ഷുഗർ ഉണ്ടാകും, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും, പിന്നെ ഒരു നൈട്രജൻ ബേസും ഉണ്ടാകും. DNA സംബന്ധിച്ച് ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. ഇതാ ഇവിടെ നൈട്രജൻ ബേസായിട്ട് സൈറ്റോസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷുഗറും മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടെ ഫോം ചെയ്യുന്ന ഈ കെമിക്കൽ ബോണ്ട്, ഈ കെമിക്കൽ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് പരിചയപ്പെടാം. ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ന്യൂക്ലിയോടൈഡ്. ഇവിടെ പടത്തിൽ കാണുന്ന ശ്രദ്ധിക്കുക. ഇവിടെ ഈ കാണുന്നത് നൈട്രജൻ ബേസുകളാണ്. സൈറ്റോസിൻ, ഗ്വാനൈൻ, അഡിനൈൻ, തൈമിൻ. ഈ കാണുന്നത് ഷുഗറാണ്, ഡിയോക്സി റൈബോസ് ഷുഗർ. ഇതും ഷുഗർ മോളിക്യൂൾസ് ആണ്. ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. അപ്പോൾ ഇതിൽ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്. അപ്പം ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷുഗർ മോളിക്യൂളും ഈ കാണുന്ന നൈട്രജൻ ബേസും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ന്യൂക്ലിയോസൈഡ്. അതിനോടൊപ്പം ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടി ചേരുമ്പോൾ അതെന്തായി? ഒരു ന്യൂക്ലിയോടൈഡായിട്ട് മാറി. ഡിയോക്സി റൈബോസ് ഷുഗറാണ് ഇവിടെ കാണുന്നത്. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഇത് നൈട്രജൻ ബേസായ സൈറ്റോസിനാണ്. അപ്പോൾ ഇതിനെ തങ്ങളിൽ കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇവിടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ഈ ഷുഗർ മോളിക്യൂളിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ കെമിക്കൽ ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്, ഇവിടെ അടുത്ത ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകൾ കാണാൻ സാധിക്കും. ഈ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും അടുത്ത ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും കൂടെ ചേരുമ്പോൾ നമുക്കതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാം. അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗിവ്സ് അഡിനിലിക് ആസിഡ്. ഈ പേര് കേട്ടത് എന്താണിത്? ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസാണ്, ഇത് റൈബോസ് ഷുഗറാണ് എന്ന് കരുതിയാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്നതാണ് അഡിനോസിൻ. അഡിനോസിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ചേരുമ്പോൾ എന്തായി? അഡിനിലിക് ആസിഡായി. ഇനി ആ സ്ഥാനത്ത് ഇത് ഡിയോക്സി റൈബോസ് ആണെന്ന് വിചാരിക്കുക. ഇത് അഡിനോസിൻ, ഇത് അഡിനൈൻ, ഇത് ഡിയോക്സി റൈബോസ്. സോ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്നത് ഡിയോക്സി അഡിനോസിൻ. അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ചേരുമ്പോൾ ഡിയോക്സി അഡിനിലിക് ആസിഡായി. ഡിയോക്സി അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ഡിയോക്സി അഡിനിലിക് ആസിഡ്. ഈ പടത്തിൽ കാണുന്നത് ഡിയോക്സി അഡിനിലിക് ആസിഡാണ്. ഇവിടെ അഡിനൈൻ ഉണ്ട്, ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോടൈഡാണ് ഡിയോക്സി അഡിനിലിക് ആസിഡ്. അപ്പോൾ ഇത് ഡിയോക്സി അഡിനിലിക് ആസിഡാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഡിയോക്സി ഗോനിലിക് ആസിഡാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഡിയോക്സി സൈറ്റഡിലിക് ആസിഡാണ്. ഇതാണെങ്കിൽ ഡിയോക്സി തൈമിഡിലിക് ആസിഡാണ്. ഈ രീതിയിൽ നമുക്ക് ന്യൂക്ലിയോടൈഡ്സുകൾക്ക് പേര് കൊടുക്കാൻ സാധിക്കും. ഇനി നോക്കുക, ഇതൊന്നുകൂടെ നോക്കാം. ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇവിടെ
സൈറ്റോസിൻ ഉണ്ട്, ഡിയോക്സി റൈബോസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. ഇതൊരു ന്യൂക്ലിയോടൈഡ്. ഇത് അടുത്ത ഒരു ന്യൂക്ലിയോടൈഡ്. ഇവിടെ ഗ്വാനൈൻ ഉണ്ട്, ഇവിടെ ഡിയോക്സി റൈബോസ് ഉണ്ട്, ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇത് മറ്റൊരു ന്യൂക്ലിയോടൈഡ്. ഇനി ഈ ബോണ്ടിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ റൈബോസ് ഷുഗർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോണ്ട് എന്താണ്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ 3' ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ 5ാമത്തെ കാർബൺ ആറ്റവുമാണ് അടുത്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ആകുന്നത്. അതിനെ 5' ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, 5ാമത്തെ കാർബൺ ആറ്റത്തിന്റെ കൂടെ മറ്റൊരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പോൾ ഇത് രണ്ട് ബോണ്ടും കൂടെ ചേരുമ്പോൾ എന്താകുന്നു? ഒരു ഡൈഎസ്റ്റർ ബോണ്ടായിട്ട് മാറും. അത് 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തങ്ങളിൽ 3' പൊസിഷനിലും 5' പൊസിഷനിലും ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടന്ന് ഡൈഎസ്റ്റർ ലിങ്കേജ് നടന്നാണ് ന്യൂക്ലിയോടൈഡ് പരസ്പരം കണക്ട് ചെയ്തു പോകുന്നത്. 2 nucleotides are linked through 3' 5' phosphodiester linkage to form a dinucleotide. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡും അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇത് അടുത്ത ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ലിങ്കേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ലിങ്കേജ് ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ലിങ്കേജ് ഉണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ ഡൈഎസ്റ്റർ ലിങ്കേജ് ആയി. ഡൈഎസ്റ്റർ ലിങ്കേജ് ആയി രണ്ട് ന്യൂക്ലിയോടൈഡ് ചേരുന്നത് കൊണ്ട് ഇത് ഡൈ ന്യൂക്ലിയോടൈഡ് ആയി. More nucleotides can be joined in such a manner to form a polynucleotide chain. DNA ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഡൈഎസ്റ്റർ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ന്യൂക്ലിയോടൈഡ്സുകളുടെ ഒരു നീളത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിട്ട് DNA മാറിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ DNA മോളിക്യൂളിൽ ഒരു ഫ്രീ എൻഡിൽ ഇവിടെ ഫ്രീ ആയിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. A polymer thus formed has a free phosphate moiety at 5' end of ribose sugar, known as 5' end of polynucleotide chain. അതിനെ വിളിക്കുന്ന പേരാണ് 5' end of polynucleotide chain. അപ്പോൾ 5' end എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 5' end എന്ന് പറഞ്ഞാൽ ആ എൻഡിൽ ഫ്രീ ആയിട്ട് ആര് കാണും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും. ഫ്രീ ഫോസ്ഫേറ്റ് മോയിറ്റി അറ്റ് 5' end. 5' എൻഡിൽ ഫ്രീ ആയിട്ടൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും. അതുപോലെ ഇങ്ങേ അറ്റത്തോ ദ അതർ എൻഡ് ഹാസ് എ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അത് ഏത് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്താണ്? മൂന്നാമത്തെ കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫ്രീ ആയിട്ടൊരു OH ഗ്രൂപ്പ് അവിടെ കാണുക. ആ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് 3' end. ഇപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിനെ സംബന്ധിച്ച് രണ്ട് എൻഡ് ഉണ്ടാവും. ഒരു എൻഡിനെ 5' end എന്നും മറ്റേ എൻഡിനെ 3' end എന്നും വിളിക്കും. A polymer thus formed has a free phosphate moiety at 5' end of ribose sugar, known as 5' end of polynucleotide chain. The other end has a free hydroxyl group or OH at 3' end, known as 3' end of a polynucleotide chain. നോക്കൂ, ഇനി RNA മോളിക്യൂളിലാണെങ്കിൽ every nucleotide residue has an additional OH group present at 2' position in the ribose. Also, in RNA, the uracil is found at the place of thymine. RNA-യിലെയും DNA-യിലെയും ഷുഗർ മോളിക്യൂൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. DNA-യുടെ ഷുഗറാണ് ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യുടെ ഷുഗർ റൈബോസ് ഷുഗർ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനോട് ശ്രദ്ധിക്കുക. DNA-യിൽ ഇവിടെ ഒരു O കുറവാണ്, ഒരു ഓക്സിജൻ കുറവാണ്. RNA-യിൽ നോക്കൂ, അവിടെ ആ ഓക്സിജൻ ഉണ്ട്, അതൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇതൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് RNA-യിൽ ഉണ്ടാവും, റൈബോസ് ഷുഗറിലുണ്ടാകും,
DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗറിൽ ഇത് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്നുള്ള പേര് വിളിക്കാൻ തന്നെ കാരണം. ഇനി RNA, every nucleotide residue has an additional OH group present at 2' position in the ribose. ഇനി ഷുഗറിൻ്റെ കാര്യത്തിലോ ഇനി നൈട്രജൻ ബേസിൻ്റെ കാര്യത്തിലോ the uracil is found at the place of thymine. യുറാസിലിൻ്റെ സ്ഥാനത്ത് തൈമിനാണുള്ളത്. ഇനി RNA, the uracil is found at the place of thymine. തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലാണുള്ളത്. ഇവിടെ നോക്കാം, ഇത് DNA മോളിക്യൂളാണ്. DNA മോളിക്യൂളിൻ്റെ നൈട്രജൻ ബേസുകളാണ് സൈറ്റോസിൻ, ഗ്വാനൈൻ, അഡിനൈൻ, തൈമിൻ. ഇത് DNA-യുടെ നൈട്രജൻ ബേസസ് ആണ്. എന്നാൽ RNA-യിൽ വരുമ്പോഴോ സൈറ്റോസിൻ, ഗ്വാനൈൻ, അഡിനൈൻ, യുറാസിൻ. എന്താണ് ആബ്സെൻ്റ് ആവുക? തൈമിൻ ഇല്ല. RNA-യിൽ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് RNA-യിലില്ല. അതിന് പകരം യുറാസിലാണ് RNA-യിൽ കാണുക. DNA-യിൽ യുറാസിലില്ല, അതിന് പകരം തൈമിനാണ് DNA-യിൽ കാണുക. For video lessons, please subscribe TLP's biology classes.